സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡൈനോ എഫ് എഫ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് BR ആണ്. നമ്മളുടെ കൂടെ ഡ്രാഗോ FF ഉണ്ട്. പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ MAD_DRAGO മാർക്കാണ്. അപ്പോൾ പുള്ളിക്കാരന് ഇനി ഇൻട്രോയൊക്കെ എടുക്കാണ്ട്. പുള്ളിക്കാരന് യൂട്യൂബ് ചാനലുണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ പേര് പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ ഗിൽഡിൻ്റെ കാര്യം എല്ലാം തവണ ഞങ്ങൾ പറയുന്നതായിരിക്കും. ഗിൽഡിൻ്റെ ID നോക്കി വയ്ക്കുക. ഞാൻ കുറച്ച് സമയം തരാം അതിനു വേണ്ടി. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇൻട്രോ കൊടുക്കട്ടെ. ലെവൽ 2 ആവാറായിട്ട് നമ്മളെ ക്ലൈം. പിന്നെ ഞാൻ ഇനി മിണ്ടാണ്ടിരിക്കുവാണ്. അവൻ ഇൻട്രോ എടുക്കാൻ പോവാണ്. കുറച്ച് നേരം എടുക്കും. എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ് അടിക്കുക. അപ്പോൾ ഗൈസ്, അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം MAD_DINO എന്നാണ് ഗൈസ്. ഡൈനോ എക്സ്ക്ലമേഷൻ മാർക്ക്. പിന്നെ ഗൈസ് പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഫുൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അവനെ കുറച്ച് സപ്പോർട്ടുള്ളൂ. എല്ലാവരും അവനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇനി അതിൽ അപ്പോൾ ഗൈസ് നമുക്കിനി വീഡിയോ അവൻ്റെ വോയിസ് നമ്മുടെ കേൾക്കുന്നതായിരിക്കും, എൻ്റെ വോയിസ് അവൻ്റെ കേൾക്കുന്നതായിരിക്കും. അവൻ്റെ വീഡിയോ ഇടുന്നുണ്ട് ഗൈസ്. അവൻ ഹലോ ഗൈസ് കേട്ടുള്ളൂ. ഹലോ ഹലോ. ഓക്കെ, നമ്മളപ്പോൾ BR തുടങ്ങുമല്ലേ ഗൈസ്. പിന്നെ ഇവൻ്റെ ഫോണിന് ഒരു കുഴപ്പമുണ്ട്. അവൻ്റെ റെക്കോർഡർ ചില സമയത്ത് കട്ടായി പോകും. സാധാരണ അവൻ ഒന്ന് ഗെയിം പ്ലേ ഒന്ന് പോസ് ചെയ്യൂട്ടോ ചില സമയത്ത്. അതിന് നിങ്ങൾ ക്ഷമിക്കണം അവനോട്. ഓക്കെ, ഗെയിം തുടങ്ങുമല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞത് കേട്ടു എന്ന് വിചാരിക്കുന്നു. ഇവൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചില സമയത്ത് കട്ടായി പോകും. അതിന് അവന് വേണ്ടി ക്ഷമിക്കണം. അപ്പം മിക്ക കളി നമ്മൾ പാർട്ട് 2 പാർട്ട് 1 വെച്ചായിരിക്കും കൈസ് വന്നത്. പിന്നെ എൻ്റെ സ്ക്രീൻ റെക്കോർഡിന് എന്നാന്ന് അറിഞ്ഞുകൂടാ. ഒരു കുഴപ്പമില്ല. എൻ്റെ ഫോണിനാണ് ഏറ്റവും ഗ്ലിച്ച്. അപ്പം നമ്മൾ കളി തുടങ്ങാൻ പോവാണ്. ഓക്കെ, സ്റ്റാർട്ട് എടുത്തോ. അയ്യോ ക്യാൻസൽ. ഇപ്പം തന്നെ ഐശ്വര്യം പോയാൽ ഡൂ ഇട്ടാലോ? നമ്മൾ ഡൈനാമിക് ഡൂയാണ്. കാണിച്ചു തരാം. ഇത് കണ്ട ഗൈസ്, ഒരു കുഴപ്പമുണ്ട് ഗൈസ്. ആഴ്ച ഒരു വീക്കിൽ നമുക്ക് 100 പോയിന്റ്സ് ഗൈസ് എടുക്കാൻ പറ്റുള്ളൂ. അതൊന്ന് ഗെറീനെ മാറ്റണം ഗൈസ്. എല്ലാവരും പോയി കമൻ്റ് അടിക്കൂ. വരില്ല ഗൈസ്. ഗൈസ്, ഞങ്ങളുടെ ഇവിടെ ഫുൾ സെറ്റായിട്ടാട്ടോ ഇരിക്കണേ. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടാണ് ഗൈസ് ഞാൻ കളിക്കണത്. ഇതുപോട്ടും കളിക്കാൻ പറ്റുന്നില്ല എന്തോ പോലെ. ഗൈസ് കുഴപ്പമില്ല ഗൈസ്. നമ്മൾ മാക്സിമം അത് എൻ്റെ ബാഗൊക്കെ ഇത് ഒറ്റ ബാഗൊക്കെ നീ മാറ്റിയിട്ടേക്കണം. ഗൈസ് പറഞ്ഞ പോലെ നമ്മുടെ 4 ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരാൾ പോയി ഗൈസ്. ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. വേറൊരു കാട്ടിൽ ഞാൻ പോയി ഗൈസ്. പിന്നെ അടുത്തവൻ്റെ പറഞ്ഞേ ഹലോ ഹലോ ഹലോ. നമുക്ക് ബ്രൈറ്റ്നെസ് ഒന്ന് കുറച്ചിടാട്ടോ ഗൈസ്. നമ്മളിപ്പോ സീനാണ്. എടാ, നമ്മൾ ക്ലോക്ക് കളിയാലോ? ഇത് നമുക്ക് ക്ലോക്ക് പുഷ് ചെയ്ത് കളിക്കാം. നമുക്ക് പുഷ് അടി കളിക്കാം. ചാവാണ്ടിരുന്നാ മതി. പുഷ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ചാവാണ്ടിരുന്നാ അതോ കുഴപ്പം. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ഒരു ലേറ്റ് ജമ്പറാണ്. ഈ സംഭവം കുഴപ്പമില്ല. അവിടെ എത്തൂലടാ. 500 മീറ്ററിൽ ചാടണ എങ്ങനെയാണ്? ഞാൻ അൺഫോളോ അടിച്ചു നോക്കിട്ട് മാറ്റിയോ? അങ്ങനെ ബാത്ടബൊക്കെ പോയി. അതിൻ്റെ മറ്റേ സാധനം അല്ലേ ഞാൻ ഇട്ടേക്കണേ. എൻ്റെ ബാക്ക് നോക്കിയേ. ബാക്ക് അല്ലേ? ആണ്. ഞാനവിടെ പോയി ലൂട്ട് എടുക്കുവാണ്. ഞാൻ വീട്ടിൽ പോയി ലൂട്ട് എടുക്കുക. നേരെ ക്ലോക്ക് ചെയ്ത് കയറിയാൽ ചാവുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ പരിശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നതിന് ഞങ്ങൾ പറയൂല കേട്ടോ ഗൈസ്. ചില സമയത്ത് അവൻ പറയണ കേൾക്കൂല, ചില സമയത്ത് ഇവൻ പറയണ കേൾക്കൂല. ഇങ്ങനെ വന്നോണ്ടിരിക്കണ്ട. UMP ഇവിടെ ഉണ്ട് തരുമോ ഗൈസ്? പിന്നെ ഞങ്ങളുടെ
റീജിയൻ പുഷ് ഗൺസ് ഞങ്ങൾ പറഞ്ഞായിരുന്നു. ഞാൻ എക്സമേറ്റ് UMP ആണ് റീജിയൻ പുഷ് ചെയ്യാൻ നോക്കണം. MB40 യൂസ് ചെയ്യട്ടെ. ആ ഓക്കെ ഗൈസ്, നിന്റെ റീജിയൻ പുഷ് പറ. എൻ്റെ മാറ്റി മാറ്റി കളിക്കുകയാണ് ഗൈസ്. എനിക്കൊരു കൺഫോർമേഷൻ ഇല്ല ഗൈസ്. ഞാനിപ്പോൾ മിക്കപ്പോഴും MB40 വെച്ചാണ് ഗൈസ് ഞാൻ കളിക്കാറ്. എൻ്റെ UMP തരോ? ഉമ്പി എവിടെയാ? ഇവിടെ ഉണ്ട്, ഡിഗ്രി സാധനത്തിൽ ഗൈസ്. എനിക്കൊരു റീജിയങ്ങനെ ഉറപ്പിച്ചിട്ട് ഗൈസ് ഞാൻ മാറ്റി അവന് സെറ്റ് ചെയ്തിട്ട് ഗൈസ്. കോമൺ ഗണ്ണാണ് ഗൈസ് അവൻ്റെ. എൻ്റെ ഒരെണ്ണം പാരഫാലാണ് ഞങ്ങൾ ഉറപ്പിച്ചിട്ട്. പിന്നെ ഗൈസ് എൻ്റെ അവിടെ M18 കിട്ടിയാൽ പറഞ്ഞ ഗൈസ്. ഞങ്ങൾ M18 ഗൈസ് ഞാൻ നോക്കണം. പക്ഷെ M18 ഒട്ടും ഗൈസ് ഞാൻ ബൈസൺ എടുത്ത് കളിക്കാൻ പോവാം. ബൈസണെ ഉറപ്പിച്ചു, ബൈസണും പാരഫാലും ഗൈസ്. നമ്മുടെ റീജിയൻ പോയി നമ്മൾ ഉറപ്പിച്ചു ഗൈസ്. എന്തെങ്കിലും മാത്രമല്ല ഗൈസ്. ഇനി എനിക്ക് ഡാമേജ് അതിൻ്റെ അവിടെ നിന്റെ കോംബോ സെറ്റായിതേ. എക്സമേറ്റ് ഉണ്ടോ? എനിമി സ്പോട്ടിയുടെ ഒരു എക്സമേറ്റ് മറിക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ബോറടിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ എങ്ങനെയൊക്കെ ആയാലും ബോറടി വീഡിയോ ആയിരിക്കും ഗൈസ്, നിങ്ങൾക്കറിയാം ഗൈസ്. അപ്പോൾ ഞങ്ങളൊരു ഫുൾ ലാഗ് അടിക്കുന്ന ഒരു ചില്ല് കൂടി നോർമൽ ഫോണിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ് ഗൈസ്. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട്, നിങ്ങൾ പകുതി വീഡിയോ എത്താണ്ട് നിങ്ങൾ ഫസ്റ്റ് ഒരു ഭാഗം കണ്ടിട്ട് ബോറടിച്ചിട്ട് നിങ്ങൾ ഇറങ്ങി പോകാമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ വീഡിയോ ആരും കാണല്ല. എൻ്റെ വീഡിയോക്കൊക്കെ 0 വ്യൂസ്, അവൻ്റെ വീഡിയോക്ക് പിന്നെ ആൾക്കാരുണ്ട് ഗൈസ്. എന്നാണെന്ന് വെച്ചാൽ ഞാൻ സീൻ വീഡിയോ ആയിരുന്നല്ല ഗൈസ്. ഞാൻ ഒരു വർഷം മുമ്പേ ഉണ്ടാക്കിയതാണ് ഗൈസ്. ഇവൻ ഇന്നുണ്ടാക്കിയതാണ്. ഇന്നുണ്ടാക്കിയപ്പോൾ ഒരു സബ്സ്ക്രൈബർ കിട്ടി, അത് ഇവനാണ് ഗൈസ്. അങ്ങനെ സെറ്റിങ്സ് മാറ്റിയ കളി ഉള്ളൂ. അവിടെ എനിമി ഉണ്ട് കേട്ടോ. ഞാൻ അടിക്കാൻ നോക്കുക കേട്ടോ. നല്ല പ്ലേയേഴ്സ് ആട്ടോ. ഇവിടെ ഫിസ്റ്റിൻ്റെ സ്കിന്നൊക്കെ ഉണ്ട്, നല്ല പ്ലേയേഴ്സ് ആട്ടോ. നമ്മൾ ക്ലോക്ക് കയറുന്നുണ്ട് എൻ്റെ അടുത്ത് കിട്ടുക. ഇതേ കയറി ഞാൻ മുഞ്ചി. എൻ്റെ വീഡിയോ ഒന്നും കയറിയില്ല നിങ്ങൾ. വീഡിയോ എൻ്റെ ഫോൺ ലാഗാടാ. അവിടെ ഇത് നോക്കിയാടാ. ഫാദി കണ്ടില്ലേ? എൻ്റെ ഫോൺ പൊട്ടയായോ ഗൈസ്? ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉണ്ടോ മനസ്സിലാവും ഗൈസ്. അവിടെ ഞാൻ ഓർഡർ ഫൈറ്റ് മാക്സിമം നീ എടുക്കാണ്ടിരിക്കാൻ നോക്ക്. ഓടിക്കോ, കണ്ടോ ഞാൻ ഓടിക്കോ. ഇൻക്ലൂഡ് നമുക്ക് ഇവിടെ നിൽക്കാം ഗൈസ്. ഡ്രാഗനും വെച്ച് കുത്തിപ്പിടിച്ചു ഗൈസ്. എൻ്റെ ലാഗടാ, ഇത് എന്തുവാ ഗൈസ്? ഇങ്ങനെയെങ്കിൽ ഗൈസ് എനിക്ക് അവിടെ സുഖമായിട്ട് ഒരു പ്ലെയറിനെ കൊല്ലായിരുന്നു ഗൈസ്. 11 മൈനസ് ഇട്ട് ഗൈസ്. സാൻഡിനെ കുറിച്ച് ഒരുപാട് ഗൈസ്. ഇമാര് ഇട്ടിട്ട് കയറി പിന്നെ ഇട്ടുമ്പോൾ ചുമ്മാ മാറ്റും സ്ഥലം. നമുക്ക് ലിലാനെ മാറ്റേണ്ടി വരുമോ? ഒന്നും ചെയ്യലല്ലേ. വീഡിയോ ഒക്കെ സ്ലോ മൂവ്മെന്റ് കാണും കൂടി ഇല്ല. സ്ലോയിങ് വേണ്ട അത് ശരിക്കും. ഈ ബണ്ടിൽ നോക്കി ഗൈസ്, ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണേ, പക്ഷെ കുറേ കളിക്കണം. നമ്മളല്ലേ ആരെ ഇടും. സ്പീഡ് നമുക്ക് ടാച്ച് വേൻ ഇട്ടാലോ? ഉള്ളൂ നമുക്ക് ലോ. ഞാൻ കളിയോ 16 എനിക്ക് സ്പീഡാണ്. ഞാനുള്ളോട്ട് കണ്ടത് സ്വിഫ്റ്റ് എവിടെയാ? നിൻ്റെ കയ്യിലുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗൈസ് നമ്മൾ ഫസ്റ്റ് കളി അങ്ങനെ ഉഷാറും എന്നില്ല ഗൈസ്. ഫസ്റ്റ് കളി നല്ലൊരു കളി കളിച്ചാലേ ഗൈസ് നമുക്ക് മൂടിട്ടുള്ള അടുത്ത കളി കളിക്കാൻ. നിങ്ങൾക്ക് ഫ്രീ ഫയർ കളിക്കണം 99% ആൾക്കാർക്ക് അറിയാമായിരിക്കും ഗൈസ്. ഫസ്റ്റ് കളിയാണ് നമ്മൾ അന്തസ്സായിട്ട് തോറ്റാൽ നിങ്ങൾക്ക് കളിക്കാൻ മൂടും ഇങ്ങോട്ട് പോയി കിട്ടും. ചിലർക്ക്
ഞാൻ തോറ്റു, ഞാൻ നൂബല്ല എന്നും പറഞ്ഞ് കളിക്കാൻ മതി. അതിൽ 0% സ്വാഭാവികമായിട്ട് ശരിക്കും തോറ്റ പിന്നെ മൂടുവലാണ് എൻ്റെ മെയിൻ പരിപാടി. ഗൈസ് നമ്മൾ ബോറടിപ്പിക്കുകയാണ് ഗൈസ് നിങ്ങളെ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടില്ലെന്ന് അറിയാം, എന്നാലും നിങ്ങളൊന്ന് സഹിച്ച് പിടിക്കാൻ നോക്ക്. ഞങ്ങൾ യൂട്യൂബിലോട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇവനൊക്കെ ഡെയിലി വീഡിയോ ഇടുന്ന കൂട്ടത്തിലല്ല ഗൈസ്, ഇവനൊക്കെ വല്ലപ്പോഴും ഇടുള്ളൂ. അത് കാരണം ഇവനക്ക് എക്സ്പീരിയൻസ് ഇല്ല, എനിക്കും ഇല്ല. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ തമിഴയും കണ്ട മനസ്സിലാവും എന്ത് തമിഴ്. ഞങ്ങൾക്ക് എഡിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ABCD അറിഞ്ഞൂടാ ഗൈസ്. നിങ്ങൾ അതിനൊക്കെ ഞങ്ങളെ ക്ഷമിക്കുക ഗൈസ്. ഈ കളി എന്തെങ്കിലും ഒന്ന് മര്യാദക്ക് കളിക്കണമെന്നുണ്ട് ഗൈസ്. ഈ കളി ഞങ്ങൾ മാച്ച് ഫാം ടോപ്പിയാണോ ഏതാ ബോക്സിംഗ് ടീമാ? വേണം നമുക്ക് ഇനി സാൻഡിനോനോ അങ്ങനെ കൂട്ടി വെച്ചാലോ? എൻ്റെ സാൻഡിനോ ഉണ്ട്, എൻ്റെ ഇല്ല. ഒന്നിൻ്റെ ഓൾഡ് അക്കൗണ്ടിലാല് ഉണ്ടോന്ന് നോക്കട്ടെ ഞാൻ. എൻ്റെ ഉണ്ടെന്ന് എൻ്റെ മനസ്സറിയണേ. ഇല്ലെങ്കിൽ ഷെയറിങ് എബിലിറ്റി ഉണ്ട്. ഇവിടെ 1000 പേരുണ്ടാ. നമ്മൾ മൂഞ്ചിട്ട് എനിക്ക് തോക്കിട്ടില്ല. എനിക്കൊരു തോക്ക് കിട്ടി. പക്ഷെ എനിക്ക് നിന്റെ കോമ്പോക്കാൻ കിട്ടണം. ഞാൻ കുറച്ചിട്ട് തന്നാ മതി. എനിക്ക് എക്സമേറ്റ് കിട്ടി, അതൊക്കെ മതി എനിക്ക്. ഇനിയിപ്പോൾ എല്ലാവരും ഇവിടെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് മതി. വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ കയറി ചെന്ന് അടിക്കാം. ചാവുകയാണെങ്കിൽ ചാവട്ടെ, ആണിനെ പോലെ ചാവുകയാണെങ്കിൽ. കൊന്നു പേടിക്കണ്ട. നോക്കിയേ നീ ഇതുണ്ടോ സ്ക്രീൻ അണങ്ങണുണ്ടോ നീ? എനിക്ക് ഇങ്ങനത്തെ വന്നിട്ടുണ്ട്. വല്ലാതെ ശല്യം. ഇത് എത്ര നേരം അങ്ങനെ വന്ന് ഞാൻ സഹിക്കണം. ഞാൻ ബോട്ടായിട്ട് എടാ ബൈസൺ എടാ എൻ്റെ UMB അതെ ഇവിടെ ബൈസൺ. അവിടെ മലയാളി ഉണ്ട് കളി. എടാ വാ ഇത് ഇവിടെ ഈ ലൂട്ട് പതിയില്. നീ എൻ്റെ വീഡിയോ കണ്ടാൽ എനിക്ക് മനസ്സിലാവും ലാഗ്. അത് ലാഗല്ല, നിന്റെ സ്ക്രീനിൻ്റെ അവിടെ പൊട്ടിയിരിക്കണയാണ്. ഇത്തിരി ദിവസം വരാത്ത ലാഗ്. എടാ അത് നീ ഫോൺ തിരിച്ചല്ലേ പിടിച്ചേക്കണേ. അപ്പം അങ്ങനെ വരുമോ? നീ മറ്റോല് പിടിച്ചാൽ നിനക്കങ്ങനെ വരില്ല. നീ നോക്കുക, അത് സ്ക്രീൻ പൊട്ടിക്കണ കാരണം എനിക്കങ്ങനെ വന്നിട്ടുണ്ട്, പൊട്ടിയിരുന്നു. ഇപ്പം ഇത് MB40 എടുക്കണ്ടോ? പുഷ് ചെയ്യണ്ടോ? MB40 ഭയങ്കര കോമൺ ആയിട്ടായല്ലോ. നീ ഫാദിൽ എൻ്റെ സൈഡിൽ വന്നിരിക്കാം. എനിക്ക് അല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ല ഗൈസ്. പിന്നെ ഫാദിനാട്ടോ നമ്മളുടെ മൂന്നാമത്തെ പേര്. പിന്നെ നമ്മളുടെ ഡ്രാഗോന്റെ പേരാവും തന്നെ പറയട്ടെ. നിന്റെ പേര് എൻ്റെ പേര് എടാ ഡ്രാഗോന്റെ എടാ റിയൽ നെയിം പറയടാ നിന്റെ. അങ്ങനെ എനിക്ക് വേണ്ട, നീ പറ എനിക്ക് നാണം. നാജിബി. ഞാൻ നിന്നെ ഫുൾ നെയിം പറയുന്നില്ല, നാജിബി ഇത്ര പറയാം. ഈ നിങ്ങളോട് ചോദിക്കല എനിക്ക് ഞാൻ ഡാഷ് എന്നാണ് ഇങ്ങനെ ഉപയോഗിക്കണേന്ന്. എനിക്ക് ഡാഷ് ഇട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ആനിമേഷൻ കണ്ടോ നമ്മുടെ നേരത്തുള്ള? അത് കൈറോസിൻ്റെ ആളാ. അല്ലാണ്ട് ആനിമേഷൻ പറയുന്നുണ്ട്. നമ്മുടെ എനിമീനെ കണ്ടിട്ടില്ല ഗൈസ്. അവിടെ മാർക്കി പോണ റോട്ടിക്കോടെ സ്കിന്നുണ്ടല്ലോ. ഞാൻ കണ്ടിട്ട് ഇവിടെ അല്ലേ നമ്മുടെ എസ്കിച്ച് വണ്ടിക്ക് അവിടെ കൊടുത്തു ഗൈസ്. ബോഡിക്കും ഉണ്ടില്ല. അടുത്ത എനിമയാണോ? എടാ എന്നെ ഇടിക്കാൻ പറ്റോ? എവിടെ എന്നെ ഇടിക്കാൻ വരുമോ അവൻ? ഞാൻ നോക്കട്ടെ. ഞാൻ ഓടി. ഏതാ റോട്ടിലുള്ള പുള്ളിക്കാരൻ? അവന്റെ ആണോ? റോട്ടിലുള്ളത് ഞാൻ രക്ഷപ്പെടാട്ടെ. പക്ഷെ പുള്ളിക്കാരൻ എന്നെ ഇടിക്കാൻ പറ്റോ? റെഡാണ് എൻ്റെ അടുത്തത്. എൻ്റെ അടുത്തേക്കൂടെ അവൻ പോണത്. എൻ്റെ ഫോണിൽ നോക്കത്. ഇപ്പം അവൻ ഇറങ്ങി കിട്ടോ. അവിടെ ഇറങ്ങി അവൻ. നീ വണ്ടി നോക്കടാ. വണ്ടി നോക്ക എൻ്റെ ഫോണില്. ഓ അവിടെ എനിക്ക് ഞാൻ കണ്ടു. നല്ലതായിട്ട് എടുത്തു. ഞാൻ നല്ലതായിട്ട് എടുത്തു. ആ കൊച്ചിനെ വണ്ടി കത്തിച്ചു. ഞാനും അവനടിച്ചു. പുഷിയാണ് അടിച്ചു. അവൻ സ്ഥലം മാറിയ പുഷ് ചെയ്യണ്ട. അവൻ എന്നെ അടിച്ചു. ഞാൻ സൈഡ് പുഷ് ചെയ്തു.
എടാ അവനെ കൊന്നു. മറ്റവന് കുമ്മിയുടെ മറ്റവൻ കുമ്മി. അതും ഉമ്മിയാണ്. എടാ അവൻ ആർസെനലാന്ന് എനിക്ക് തോന്നണേ. അർസനല്ല ഞാൻ അപ്പുറത്തെ സൈഡ് ചെയ്യാം. ഞാൻ ഈ സൈഡ് പുഷ് ചെയ്യുക. ആർസെനലല്ല, കല്ലിന്റെ പെട്ടീന്റെ പുറകിലാണ്. എടാ പുറകീന്ന് അടിയിട്ടോടാ. പുറകീന്ന് ഇട്ട് എനിക്ക്. ഡിമിത്രി ഇട്ടോ? എടാ കയ്യിലെറടാ. എന്തുവാടാ ഇവിടെയും പ്ലെയറോ? എടാ ഓർഡർ കെട്ടി പൊളിച്ചു. കളിയുമ്പോടാ നെക്കിടല്ലേ മേഡം? കറക്റ്റ് സമയത്ത് അയാൾ വന്നു. എടാ എന്നാലും നീ കിടക്കാഴ്ചയിട്ട് കളിച്ചോടാ, കുഴപ്പമില്ല, നല്ല കളി. പെണ്ണിനെ നോക്കിട്ട് ഗൈസ് സാൻഡിന് വേണം. സാൻഡിന് കിടക്കാഴ്ചയായിട്ട് ഇപ്പൊ റാങ്കുഷിന്. ശരിയാ, സാൻഡിനോട്ട് പോയിച്ചാണ് സീനാണ്. സാൻഡിനോ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. എന്റെ സാൻഡിനുണ്ട്, എനിക്ക് ഉറപ്പാ. എന്റെ ഈ കാണല്ലടാ, നിന്റെ എബിലിറ്റി ഇല്ല. ഷെയറിംഗ് ക്യാരക്ടേഴ്സ് അത് ഉപയോഗിക്കും. ഷെയറിംഗ് ക്യാരക്ടേഴ്സ് ഇല്ല എൻ്റെ കാണിക്കുള്ളത്. ഒന്ന് നിൽക്കുക നോക്കാം, ഒരു ഈസി എടുക്കുന്നുണ്ട്. രാത്രി കേട്ടോ, ഷെയറിംഗ് സ്കിൽസും ആടാ ഇവിടെ ഇനി ഇല്ലാടാ. നീ നിമിത്തിൽ കളിക്കേണ്ടി വരും. അപ്പൊ ഞാനേതാണ്ട് നീ 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 ഇതിലുണ്ടാവും സാൻഡിനോ. ഇല്ല, ഞാൻ ഡിമിത്രിനെ അറിയാണ്ട് മാറ്റിട്ടോ. ഡിമിത്രിനെ ഞാൻ ഡാൻസിനെ ഡാൻസിനോട് കളിക്കാൻ പോവാ. പോലെ ഇട്ടോ. നീ സാൻഡിനോയല്ലേ? ഞാൻ ഡാൻസ് ചെയ്യാം. ഡ്രസ്സ് ഇതൊന്ന് ക്ലെയിം ചെയ്യട്ടോ. 35 എന്തോരം ഇത് പറങ്ങ്. ഇത്രയൊക്കെ ഞാൻ പറങ്ങ്. എൻ്റെ അത്രയൊന്നും ആയിട്ടില്ല. ഈ സ്റ്റാർട്ട് എടുക്കാം. ഡ്രസ്സ് മാറ്റാണ് ഗൈസ്. നമ്മൾ ഭയങ്കര നൂമ്പടെ കളിയാണ് അറിയാം ഗൈസ്. നമ്മുടെ അനിയെ കണ്ട ഞാൻ നന്നായിട്ട് കളിക്കും ഗൈസ്. പക്ഷേ ഞാനല്ല കളിയില്ല. വെയിറ്റ് ചെയ്ത് നീ ഞാൻ ഇടാൻ മറന്നുപോയി. ഇത് പോയാൽ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. എടാ ഈസി ഇത്ര നേരം ഇട്ടാ മതിയില്ലേ? ഇത്ര ഒന്ന് പറ്റിയതാണോ? ക്യാൻസലേക്ക് ഓക്കെ താങ്ക്സ്. നേരടി ദിവസം തന്നെ കൈറോസനാറ്റിയോ പറ്റി സിസ്റ്റർ സോണിയ. സോണിനെ എന്താ പറയാൻ പാടില്ലായിരുന്നു എന്നോട്. നമ്മള് മിണ്ടിയില്ല. ആ സീൻ നിങ്ങൾ ശരിക്കും ബോറടിച്ചു. ഞങ്ങൾക്കറിയാം. പിന്നെ അതെ, എടാ അവന്റെ പേര് നോട്ട് ചെയ്ത്. ദീപു ഗൂറ. റെഡ് ക്രിമിനൽ സ്പോട്ടടാ. ദീപു ഗുർജർ. 2 പ്ലേയേഴ്സ് ഉണ്ട്. എനിക്ക് ജ്യൂസ് കണ്ടോ? ദീപു ഗുർജർ. ഞാൻ ചാടണ കാണാനല്ലോ. നീ നോക്കി, എനിക്ക് നോക്കാൻ പറ്റൂല. ദീപു ഗുർജർ. എടാ എന്റെ കാണൂല കേട്ടോ. എന്റെ കണ്ടു. ദേ പോണു. എടാ സ്ക്രീൻ ലോഡറല്ലടാ. എടാ സ്ക്രീനിൽ നിന്ന് പോയി അവൻ. എടാ അവനെ അവനെ കണ്ടു. അവൻ അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി കാണും. എടാ അവൻ സ്ക്രീനിൽ നിന്ന് പോയിടാ.
ചങ്സ് കണ്ടില്ല. അതാണോ? അല്ല 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 വേറെ പ്ലേയേഴ്സാ. എടാ അമ്മമാരുടെ കണ്ണ് ചങ്സിലോടാ, അത് കാരണം പോയിടാ അമ്മമാര്. ഇതെന്തുവാ? എടാ ദീപു ഗുർജർ. ഓക്കെ, ഈ കളി വീഡിയോ എടുക്കണവരെ നമുക്ക് കിട്ടൂല കേട്ടോ. അല്ല പിന്നെ അമ്മമാരും ദേഷ്യം വരണ്ട ഇപ്പൊ. ചങ്സിലോടാകത്തെന്താടാ? എടാ കുറെ കാണാൻ പറ്റിയില്ല ഏരിയ, അതാരണം ഡിസ്റ്റൻസ് കാണാൻ പറ്റാത്ത കാരണം പോയി. ഞാൻ ഗ്രീൻ ക്രിമിനലിനെ തപ്പി പിടിച്ചിട്ടുണ്ട്. ആ ഗൈസ് കലാറേജ് ഗ്രീനിൽ തപ്പി പിടിച്ചിട്ടുണ്ട് ഗൈസ്. കുറിച്ച് അങ്ങനെ എലിമിനേഷൻ ലിസ്റ്റിലാണ് കാണിച്ചത്. ഇവിടെയല്ല ഇവിടെയല്ല, ഇവിടെ മാക്സിമം പോട്ടോ, ഇവിടെ ഓടിക്കോ. എടാ എൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്. അതൊന്നും എനിക്കിപ്പോ ഉണ്ടോ അറിയിക്കോ? എക്സമേറ്റ് ഉണ്ട്, വേണോ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ എടുത്തോട്ടെ. എടാ ഇനി ഒരുത്തനെ എലിമിനേറ്റ് ചെയ്താ? ഇല്ല ഇല്ല. എടാ അപ്പൊ ഒരുത്തനുണ്ട് ഇവിടെ. എനിക്കറിയാം, അവനെ തപ്പി ഞാൻ കൊടുത്തിരുന്നു. നമുക്ക് സിബ്ലൈൻ പിടിച്ച് വീക്ക് പോയാലോ? അവൻ വീക്കിട്ടുണ്ടാവും മിക്കവാറും. ആ ശരിയാ ഗൈസ്, സത്യം പറയണ ഇവിടെ ഇതേപോലത്തെ കരിഞ്ഞൊക്കെ വരാറുണ്ട് ഗൈസ്. നമ്മള് റെഡ് ക്രിമിനലിനെ തപ്പി പീക്കിലോട്ട് പോയതാ, പീക്കിലുണ്ടായിരുന്നു. പറഞ്ഞു അടേ ഇവൻ പീക്കിലുണ്ടാവണം സത്യം വെച്ച് ഗൈസ്. ഞാൻ എമ്മേറ്റിൻ്റെ ഗൈസ് നോക്കിയതും ഒരു പുള്ളി ഫോർമുല 1 ഇതേ നോക്കിയപ്പോ റെഡ് ക്രിമിനല്. ഗൈസ് ഞങ്ങൾ റെഡ് ക്രിമിനലിന് ഫുൾ സ്ക്വാഡിൽ വൈപ്പെടുത്തു, പക്ഷെ അവര് രക്ഷപ്പെട്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരാള് രക്ഷപ്പെട്ടു പോയി, മറ്റാളെ റിവൈവ് ചെയ്യും, പിന്നെ അയാൾ ചാവും, പിന്നെ അയാൾ ചാവും, പിന്നെ അയാൾ ചാവും, മറ്റാള് പൊക്കും. അങ്ങനെ ഞങ്ങൾ കൊന്നു. ലാസ്റ്റ് സോം വരെ ഞങ്ങൾ പിടിച്ചു നിന്നു. റെഡ് ക്രിമിനൽ ഫുൾ സ്ക്വാഡിന് വൈപ്പിട്ടിയ, പക്ഷെ മറ്റേ പരിപാടി കാരണം പോയി. അത് ദീപു കുറച്ചെണ്ണ കൊന്നടാരാ? അവന്റെ ടീമേറ്റ് ഉണ്ട്. റിവൈവ് ചെയ്തോളൂ. എടുക്കണം നാജിമിന്റെ കോമ്പൊക്കെ നാജിമിന് എപ്പോ എടുത്ത് കളഞ്ഞു. എന്തായാലും റീജിയൻ കയറാൻ കഷ്ടപ്പെടും. അത് കൊറേ ആൾക്കാരുണ്ട്. എന്തായാലും കേറിയ തന്നെ ബൈസാണെങ്കിൽ ഒന്നുകൂടി നോക്കാറ് എടുക്കൂല ബൈസ എടുക്കും. പിന്നെ എക്സമേറ്റ് ഒരാളുണ്ട്. എനിമി ഉണ്ട്, വീക്കിൽ എനിമി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. കുമ്മാൻ പറ്റുമോ നോക്കാം. സാൻഡിനോ കണ്ടോ? 159. എടാ അതെൻ്റെ കില്ല് കുമ്മിയതല്ല, അത് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എനിക്ക് 2 കില്ലുണ്ട്, അതായിരുന്നു കുഴപ്പമില്ല. ഇവനാണ് ഞാൻ പറഞ്ഞ പ്രോ പ്ലെയർ. ഒരു ടാർഗറ്റ് ഡൗൺ. എടാ മേളിന്ന് അടിച്ചൂടാ. ഇതാണ് എന്നെ വെക്കുന്ന നോക്കുന്നു. ഞാൻ ഡിമിത്രിയുടെ കൂടെ സാൻഡിന് വന്നു. 2 പേരുണ്ടാ മേളതാ. എന്നെ ഗൈസ് ഇതാണ് ഗൈസ് അൺലക്കിന്നൊക്കെ പറഞ്ഞ. ഡിമിത്രിയുടെ ആവശ്യമുള്ള സമയത്ത് ഡിമിത്രി ഉണ്ടാവൂല. ഞാൻ ഡിമിത്രിയുടെ പോവാ എന്തൊക്കെ കാണിച്ചാലും. സാൻഡിന് അല്ലാണ്ട് ഉണ്ടമ്പൂരിയാ സാൻഡിന്. 2 പേർക്കും സാൻഡിന് കിട്ടണ്ട. രണ്ടുപേർക്കും സാൻഡിന് കിട്ടേണ്ട കാര്യമില്ല. സാൻഡിനും പറഞ്ഞു കൂടി പോയാ. എടാ നിനക്ക് കളിക്കാൻ അറിയില്ല. അത് കുറേ പ്രാവശ്യം കളിച്ച് പഠിച്ചാലേ അത് സെറ്റാവൂ. നീ കണ്ടതല്ലേ നീ അവിടെ ഡിമിത്രി സുഖമായിട്ട് കഴിക്കായിരുന്നു കളി. ഇല്ല, റാഫേലുണ്ടാവും പുള്ളിക്കാരൻ്റെ. ഞാൻ പണ്ടേ ചത്തേനെ. ആ പൊക്കണ സമയം എന്നെ തീർക്കൂല. ഇല്ല ബണ്ണി ഹെഡ് ചേർത്തും ദേടാ
രാജുബായിട്ടാ. എടാ അപ്പൂപ്പൻ താടി. അവൻ്റെ പേര് ഞാൻ നോക്കട്ടെ. ഓക്കെ, ജഡ്ഡി ചായ. രാജുബായി ടാർഗറ്റ് ഉണ്ട്. രാജുബായി നമുക്ക് മനസ്സിലാവും എങ്ങനെ പോയാലും. ജഡ്ഡി ചായ. അവന്മാര് ഫുൾ ബണ്ണിലല്ലാരും ഇട്ടേക്കണം. നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റൂല. അവന്മാരെ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ അടിക്കും. എന്നെ ആക്ക് നീയ. പുള്ളിക്കാരൻ്റെ പേര് സീന. ജഡ്ഡി ചായ. തന്നെയാണോടാ ഇങ്ങനത്തെ ചളിയുള്ള പേടുമാര്. എടാ അത് ഗരീന ഫ്രീ ഫയർ ഇട്ട് കൊടുത്തിയ ഭാഗത്തിന്. ആണോ? ജഡ്ഡി ചായ എന്നൊക്കെ പറഞ്ഞ കുറേ പേരുണ്ട് ഫ്രീ ഫയർ ഇട്ട് കൊടുക്കണ. നമ്പറും ഉണ്ട് അതില്. ആ അപ്പൂപ്പൻ താടിന്റെ പുള്ളി അത്രക്കും അവിടെ എല്ലാം അൺലക്കിയാണ് അവൻ. ഒരു നെയിം ചേഞ്ചിങ് കാർഡ് ആണല്ലേ. പിന്നെ നമ്മള് ലോബി കണ്ടില്ലല്ലോ. സാഡിനോട്ട് ഇറങ്ങി. ഞാൻ കണ്ടു ഞാൻ അടിച്ചിടാൻ പോവാ. കണ്ടാ? ഇല്ല. ഞാൻ കണ്ടു. ദേ പോണു. സാഡിനോട്ട് അവൻ. സാഡിനോട്ടു ഗ്രീൻ ഗ്രീൻ ഫോർ ഷുവർ. ഇതിന് മണ്ടയിലുണ്ട് പുള്ളി. ഉറപ്പല്ല എനിക്ക്. ഭൂഷണം വാ. മറ്റേ മണ്ടയിലാണ് അവന്റെ തല എനിക്ക് പുറത്തിട്ടണം. അത് ഗ്രീൻ ക്രിമിനൽ വാങ്ങാണ്ടിയൊന്നും അല്ല. അത് വേറെ പ്ലെയറാ ഉറപ്പാ. പക്ഷെ ഗ്രീൻ ക്രിമിനൽ ഞാൻ കണ്ടു. നീ വീഡിയോ കയറി നോക്കിക്കോ നീ. എടാ എൻ്റെ അവിടെ ഫുഡ് ഉണ്ടോ എന്ന് നോക്കിയേ. അതെ, ഞാൻ ഗ്രീൻ ക്രിമിനലിനെ കണ്ടു. എവിടെയാണ് കണ്ടു എന്ന് പറയണേ. സെറ്റ് ഇറ്റാച്ചി പുള്ളി ഇപ്പം മണ്ടയില സീനില്ല. പുള്ളി വാടാ. പുള്ളി മണ്ടയില. ഫാദറിങ്കിലും കണ്ടേനെ. എന്നെ പൊന്നണ 2 ക്രൈം നമ്മൾ കണ്ടിന്യൂസ് ഉണ്ടു. പുള്ളി മണ്ടേ ചാടിയില്ലെങ്കിൽ അടിച്ച് ഉണക്കി ഇട്ടേനാണ്. എവിടെയവൻ? ആ ടവറിലുണ്ട്. ക്യാമറടാ. എടാ നമുക്ക് മറ്റേ ഗ്രീൻ ഇതുവഴി പോയാലോ? അവൻ്റെ അടുത്തോട്ട്. എൻ്റെ പോർട്ടലുണ്ടല്ലേ. ഉണ്ടോ? എന്നെയും കൂട്ടോ. ഏത് ടവറാന്ന് പറ. ആ ടവർ. ഏത് ടവർ? നേരെ ഇരിക്കണ ഇതാട്ടോ. അത് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നു. ശരിക്കും ഉണ്ടോ? പറഞ്ഞില്ലേ മാറുന്നു മൂഞ്ചി ചത്തോ. കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ. നമ്മള് ലോബിയില് കണ്ടില്ലല്ലോ. ചിലവരെ നമ്മളങ്ങനെ കാണൂല. ഞാൻ ഡ്രസ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് നന്നായില്ലേ. ഇനി നമ്മള് കണ്ണൂരാണ് പറഞ്ഞ് പോയാനിപ്പോ. ഗൈസ് നമ്മള് റിവെഞ്ച് എടുത്തിട്ടില്ല ഗൈസ്. നമ്മള് ക്രിമിനലിനെ തോപ്പിക്കാൻ സോളോ ഡയർ. എനിക്ക് ചാടനുണ്ട്. ഞാൻ ചാടിക്കും. പറയാൻ പോവായിരുന്നു. ഗ്രീൻ ക്രിമിനലൊക്കെ ആയിട്ട് ക്യാമ്പ് അടിക്കുമെന്ന് പറഞ്ഞ നിസാര കേസല്ല കേട്ടോ. എനിക്ക് റിട്ടേൺ വന്നപ്പോ എടുത്തതാണോ കേട്ടോ. മോനെന്തിനിപ്പോ കയറിയത്? ഭയങ്കര രസമായിരിക്കും. താഴേന്ന് ഒരു സ്നൈപ്പർ വെച്ച് എടാ മറ്റോനെ കൊന്നപ്പോ എനിക്ക് പോർട്ടിൽ കിട്ടിയതാ കേട്ടോ. ഭാഗ്യത്തിന് പോർട്ടിൽ കിട്ടി അല്ലേ. പുള്ളിക്കാരെ ഓപ്പണില് ചുമ്മാ നിക്കുക. ബോട്ടല്ലേ കൊന്നേക്കാന്ന് വിചാരിച്ച് കൊന്നയാണ്. ഞാൻ പ്രോ പ്ലെയറിനെ അല്ല കൊന്നത്. പുള്ളിക്കാരൻ ഓപ്പണില് ചുമ്മാ നിവർന്ന് നിൽക്കുക. ആ ലൂട്ട് ബോക്സ് ഉണ്ടോ അവിടെ തന്നെ അനങ്ങാണ്ടി ഇന്ന് പുള്ളിക്കാരൻ. പിന്നെ ഞാൻ കൊല്ലാണ്ടിരിക്കുവോ? നീ എന്നീ പറയണേ. എപ്പോഴെങ്കിലും റിവെഞ്ച് എടുക്കാൻ വേണ്ടി മുട്ടിയിട്ട് വരും കേട്ടോ. എനിക്ക് ഉറപ്പാ. അല്ല പുള്ളിക്കാരൻ ടീമേറ്റ് ഇല്ല. ടീമേറ്റ് ഇല്ല. ഡയറക്റ്റ് ചാവൂല ചത്ത്. പാവോടാ.
ഹീലിംഗ് സാധനം ഇട്ട് മര്യാദക്ക് ഇരുന്ന് ഹീൽ ചെയ്യാൻ നോക്കിയത് ഉപ്പൊക്കെ ഇത് 3 അടി എടുത്തു. ഹീലൊക്കെ ഇത് ഫുൾ സെറ്റാണ് പറഞ്ഞ് പോയതായിരിക്കും. അപ്പൊ നമ്മളെ നാജ്ബിനെ അല്ലാതെ പോർട്ടൽ വെച്ച് പോർട്ടലില്ലാടാ. വിളിക്കണം ഇവിടെ വെയിറ്റ് ചെയ്യാട്ടോ. ഓക്കെ, നീ ഓപ്പണിലാണോ? ആ കട്ടാക്കിക്കോളൂ. ആരാണ് നോക്കണം ഡീഗ്രഡേഷൻ മറക്കലിട്ടോ നോക്കാൻ. അവനെന്നെ അടിക്കോടെ, എനിക്ക് ഹീൽ ചെയ്യുന്നില്ല സാധനം. ഇടിയുടെ കുന്തണ്ടോ ഇല്ലേ? അവനെ എണ്ണടിക്കേ അവിടെ നിന്ന് കൊന്നു. ഞാനവിടെ എല്ലാവരും ഒറ്റയാണോ? നല്ലൊരു ചുമ്മാ അനങ്ങാണ്ട് നിൽക്കുവാ. ഞാൻ എപ്പോഴും ഇടുവാനുണ്ട്. എടാ ഒരുത്തും പട്ടി ഇട്ടോ. എന്നെ കൊന്നു. അങ്ങനെ അറിയില്ലേ? അവിടെ പുള്ളിക്കാർ സേഫ് സോണിൻ്റെ പുറത്താ. ഒരു കില്ലിന് വേണ്ടി പുള്ളിക്കാർ സേഫ് സോണിൻ്റെ പുറത്ത് പോയി. എടാ എന്നോട് പറ്റുവാണി ഞാൻ വരില്ലേ? എടാ എനിക്ക് ഹീൽ ചെയ്യാൻ ഒന്നുമില്ലടാ. 400 റിവൈവ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ചാടും. ആ ലാസ്റ്റത്തെ കായനെ കണ്ട സ്ഥലത്ത് ചാടും. പിന്നെ വേറെന്തൊക്കെയാണ് മോനെ? റിച്ച് ആയിരിക്കും പുള്ളി. ഇത് നല്ല കളിയാട്ടോ. ഇതിന് ഞാൻ എന്നെ കൊന്നവനല്ലേ എൻ്റെ ഈ റീപ്പർ ബണ്ടിലിന്റെ ബ്ലൂം ബ്ലാക്ക് എഡീഷനില്ലേ, അതും ഒപ്പം കോബ്ര M4 വെച്ച പുള്ളിനെ അടിച്ച. ഇത് റിച്ച് ലോബി ചെയ്ത്. എടാ എൻ്റെ ഈ ഇത് എന്നാ കോണ നിന്റേതോ നിന്റെ എക്സമേറ്റ് എനിക്കിപ്പോ കിട്ടി. ഞാൻ മാറ്റിനായിട്ട് അല്ലെങ്കിൽ കളിക്കണത്. ഞാൻ എത്തിയില്ല നിന്റെ അവിടെ വരെ. നമ്മൾ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ വീഡിയോ ഇത്രയാണ് കണ്ടാണ്ടിരിക്കണത്. ഭാഗ്യമുണ്ട്. ഗൈസ്, ഒരു കളി നന്നായിട്ട് പോയാൽ നമ്മൾ നിർത്തുന്നതായിരിക്കും. അപ്പോൾ ഈ കളി നന്നായിട്ട് പോകുന്നുണ്ട്. ഇനി ചത്താതെ നമ്മൾ ഈ കളി നിർത്തും കേട്ടോ ഗൈസ്. ഇപ്പം തന്നെ ലെങ്തി ആട്ടോ. ഭയങ്കര ലെങ്ത് ആണ്. ഞങ്ങളിപ്പോൾ ലൈഫ് ഉള്ളതുകൊണ്ടാണെങ്കിൽ ഞങ്ങൾ ഇത്രയൊക്കെ ലെങ്ത് എടുക്കണം. സോറി ഫോർ നിങ്ങൾ കണ്ടായിരുന്നോ? അടുത്ത എക്സമേറ്റ് ഞാനിവിടെ കോമ്പോയ്ക്കും വിട്ടിട്ട് 1000 വർഷമായി. നീ കോമ്പോ എടുക്കണില്ലേ? എനിക്കിപ്പോൾ ഈ കളി ഒന്ന് മര്യാദക്ക് പോകണം എന്നാടേ ഉള്ളൂ. ബൈ ബൈ. എടാ എനിക്കുണ്ടല്ലോ, എനിക്ക് ഇച്ചിരി SMG ബുള്ളറ്റ് ആണല്ലോ. ലാസ്റ്റത്തെ എനിമി എവിടെ അല്ലെങ്കിലും ലാസ്റ്റത്തെ എനിമിയോ? ഇനിയും 18 ആൾക്കാരുണ്ട്. അയ്യോ, സോണിലകത്ത് ഫുൾ ഫൈറ്റാലോ. ബാക്കിലും ഫൈറ്റാ. ഒരു കാർ എടുക്കാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാൻ വരാം. എന്നിട്ട് എനിക്ക് കാറിനല്ല സ്കിന്നും ഉണ്ടോ? എൻ്റെ എല്ലാത്തിനും ഉണ്ട്. എൻ്റെ ഒരെണ്ണത്തിന് മാത്രമേ ഇല്ലാത്തുള്ളൂ. അതിൽ ഒരെണ്ണത്തിന് 2-3 എണ്ണത്തിനേ ഉള്ളൂ. ബൈക്കിനുണ്ട്. ഭാഗ്യം. വൈറൽ വീഡിയോ കണ്ടാലേ ഇൻഹേലർ പോലെ ഇല്ല കേട്ടോ. ഇപ്പൊ ലൂട്ട് ആർക്കും സെറ്റല്ല. എനിക്ക് ഗണ്ണ് മാത്രം സെറ്റ്, ആമോ ഇട്ട് ഒന്നുമില്ല എൻ്റെ കയ്യില്. 2 മെഡ് ഉണ്ട്. ഒരു സൂപ്പർ മെഡ് ഉണ്ട് ഭാഗ്യത്തിന്. ഇത് ഒരു ഫുൾ സ്ക്വാഡ് ഒരു 2 പേര് പോകുന്നു. സൂപ്പർ ലാംബോർഗിനി. അവിടെ ഇത് എന്ത് ഡ്രോപ്പാ? ഓ ഫ്രീസ് ഡ്രോപ്പ്. ഇടിച്ചിടിക്ക്. ഇത് പൊട്ടിക്കാം. അടിച്ചു പൊട്ടിക്ക്. SPD എടുക്ക്. എടുക്കണോ? എടുത്തെടുത്തു. എൻ്റെ മറ്റേതുണ്ട്. നീ ശരിയെടുത്തു. നീ കുത്തിപ്പിടിക്കലാണ് നിങ്ങൾ കാണാൻ പോണത്. വെടി വെക്കരുത് കേട്ടോ. 71 കൊടുത്തു. അമാര് ലൊക്കേഷൻ
അടാടാ എന്തുവാടാ വെറുതെ ഇടറാ. രണ്ടടിച്ച് കൊടുക്കണേ. എന്നെ സൈഡിന്ന് അടിക്കണം. വാ വണ്ടി കയറ്. ഫുൾ വേറെ സൈഡിച്ചോ ഫുൾ അതൊരു ബന്ധമില്ലാത്ത രീതിയിലോ. ഞങ്ങൾ ആദ്യമായിട്ട് കാണാനും പറഞ്ഞു പോകാൻ ഫൈനൽ സോണാ ഇത്. നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ കയറാം.